എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതായിരുന്നു ഗൗതത്തെ കുറേ പേര് ചേർന്ന് മർദ്ദിക്കുന്നതും വയ്യാണ്ട് തറയെ വീണ് കിടക്കുന്ന ഗൗതത്തിൻ്റെ അടുത്തേക്ക് നന്ദ വരുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഏതായാലും നന്ദ അവിടുന്ന് ഗൗതത്തെ രക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ പിങ്കി ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. പിങ്കിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഗൗതത്തിൻ്റെ കയ്യെ മുറുകി പിടിച്ച് പിങ്കി കരയുന്നുണ്ട്. അടുത്ത നന്ദുക്കുട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന നന്ദയ്ക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ആർക്കും സഹിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥ. കാരണം ഇന്നും നന്ദിയുടെയും ഗൗതത്തിൻ്റെയും ഇടയിൽ ശത്രുതയോടെ എന്നും പ്രശ്നങ്ങളുണ്ടാക്കി എങ്ങനെയെങ്കിലും ഗൗതത്തെ സ്വന്തമാക്കണം എന്നൊരു മനസ്സോടെ നിന്നിരുന്ന ആളാണ് പിങ്കി. ആ പിങ്കി എല്ലാം നേടി ഗൗതത്തിൻ്റെ ഭാര്യാസ്ഥാനം, ഗൗതത്തിൻ്റെ മകൻ്റെ അമ്മ എന്ന സ്ഥാനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നേടി ഗൗതത്തിൻ്റെ ഭാര്യയായി കഴിയുന്നു എന്നത് നന്ദയ്ക്ക് എത്രയൊക്കെ മനസ്സിൽ ഗൗതത്തോട് ദേഷ്യം ഉണ്ടെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആകെ തളർന്നു പോവാണ് നന്ദ. ഈ സങ്കടങ്ങളെല്ലാം നിർമ്മലിനോട് പറയുകയും നിർമ്മലിൻ്റെ നെഞ്ചിലേക്ക് വീണ് കരയുകയും ഒക്കെ ചെയ്യുന്ന നന്ദയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ സീൻ കണ്ടുകൊണ്ട് വരുന്ന ഗൗതത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. നന്ദയ്ക്ക് എത്രത്തോളം വിഷമം ഗൗതത്തിൻ്റെ കാര്യത്തിലുണ്ടാവുമോ അതുപോലെ തന്നെ നേരെ തിരിച്ചും ഗൗതത്തിനും അത് സഹിക്കാൻ പറ്റില്ല. ഗൗതത്തിൻ്റെ കയ്യിലെ തെറ്റുകൾ ഗൗതം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. എന്താണ് നന്ദയെന്ന് ഗൗതം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിനെല്ലാം കാരണം. ഏതായാലും നന്ദയ്ക്ക് അത് ഭയങ്കര വിഷമമായി. അതിനുശേഷം പിന്നെ കുറച്ച് കാര്യങ്ങളോട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. നന്ദക്കുട്ടൻ ഡോക്ടർ ആൻറ്റിയെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും നന്ദയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് പിങ്കിയുടെ കൂടെ നന്ദക്കുട്ടനും ഉണ്ട്. അവിടെ വെച്ച് നന്ദേനെയും ഗൗരിയേനെയും പിങ്കി കാണുവാണ്. പിങ്കിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിങ്കിയുടെ കണ്ണ് തള്ളിപ്പോവാണ്. നന്ദ ജീവനോട് ഇരിക്കുന്നു എന്ന കാര്യം അറിയുമ്പം ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. നന്ദ അടുത്തിട്ട് വന്നിട്ട് പിങ്കിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയിലേക്കും പിങ്കിയുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടും വിഷമത്തോടും കൂടി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴത്തെയും പോലെ ഞാനെല്ലാം നേടി എന്നൊരു ഭാവത്തിൽ നിൽക്കുന്ന പിങ്കിയാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. നമ്മുടെ നന്ദ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ മഹേശ്വരനും മോഹിനിയും എല്ലാവരും ഉണ്ട്. അവിടെ എല്ലാവരും വിഷമത്തിൽ നിൽക്കുന്നു. നന്ദ അതിലേറെ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇനി ഏതായാലും ആകെ ടെൻഷനിലായിരിക്കും പിങ്കിക്ക് എങ്ങനെയെങ്കിലും എല്ലാ അർത്ഥത്തിലും ഗൗതത്തെ സ്വന്തമാക്കണം എന്നൊരു വിചാരം മാത്രമേ കാണുള്ളൂ. അതിനുവേണ്ടി കൂടുതൽ ഗൗതത്തോട് അടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്ന പിങ്കിയെയും നമുക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്.